അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പക്ഷേ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഈ വെള്ളം അടിച്ച് ഫയർഫോഴ്സുകൾ തീർന്നതിന് ശേഷം അത് വീണ്ടും നമുക്ക് JCB എത്തിയ ആ ഭാഗത്തുനിന്ന് പൊളിക്കുന്നുണ്ട്. അതുകൂടെ ദൃശ്യങ്ങൾ നമ്മൾ നോക്കാം. അതായത് PRC എന്ന് പറയുന്ന ഈ ഫാർമസിയുള്ള മെഡിക്കൽ സ്റ്റോറുള്ള ആ ഭാഗമാണ് ഇതിൻ്റെ തുടക്കം. അല്ലെങ്കിൽ നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെ മിൽമ ബൂത്തൊക്കെയുള്ള ആ ഫോക്കസ് മാളിൻ്റെ എതിർഭാഗത്തേക്കുള്ള ആ റോഡുള്ള ആ ഭാഗത്ത് അവിടെ അതായത് ഇതിനകത്തേക്ക് ഫയർ ഫൈറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു പ്രശ്നം നമ്മൾ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അതായത് JCB കൊണ്ടുവന്ന് ആ ഭാഗം പൊളിക്കുന്നു. ആ ഭാഗം പൊളിച്ചുകൊണ്ട് അകത്തേക്ക് ഫയർ ഫൈറ്റ്. ഇപ്പോഴും നമ്മൾ നോക്കി നമ്മൾ തീ അണഞ്ഞു എന്ന് നമ്മൾ കരുതിയ ഭാഗത്ത് ഉള്ളിൽ തീ കത്തുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയാം. മെഡിക്കൽ സ്റ്റോറിൻ്റെ മുകൾ വശമാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുള്ള ഭാഗം തന്നെയാണത്. PRCയുടെ ഗോഡൌൺ പോലെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും PRC എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫാർമസിയുടെ മുകൾ ഭാഗം അതിൻ്റെ ഗ്ലാസും ഭാഗവും എല്ലാം പൊട്ടിച്ചുകൊണ്ട് അതിനകത്ത് തീ എത്തിക്കാനുള്ള ശ്രമമാണ് JCB കൊണ്ട് ചെയ്യുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അകത്തേക്ക് വെള്ളം എത്തിക്കുക എന്ന് തന്നെയാണ് പൂർണ്ണമായും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിലേക്കുള്ളൊരു നിർണായകമായൊരു ഘട്ടം നമുക്ക് കടക്കുന്നുവെന്ന് പറയാം. JCB ഉപയോഗിച്ചുകൊണ്ട് ജിഷ്ണു മീനങ്ങാടിയുടെ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. JCB ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആ ഒരു ഭിത്തി തകർക്കുകയാണ്. ഗ്ലാസ് ഉൾപ്പെടെയുള്ള ഭിത്തികൾ തകർത്തുകൊണ്ട് അകത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ 5 സ്റ്റോർ ജീവനക്കാർ അവിടെ ഫയർ ഫൈറ്റ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ. ഒരുപക്ഷെ അകത്തേക്കുള്ള ഒരുപക്ഷെ തീ അവിടെ അണഞ്ഞു എന്ന് നമ്മൾ കരുതിയ ഭാഗമാണ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇതിനകത്ത് പൂർണ്ണമായി തന്നെ എല്ലാ ഭാഗത്തും ഈ അകത്തേക്ക് വെള്ളം എത്തിച്ചാൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. വളരെ ഒരു ദൗത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നിർണായക ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു അകത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ഘട്ടം കൂടി നമുക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഈ ഇംഗ്ലീഷ് ഫാർമസി കെട്ടിടത്തിൻ്റെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു അഗ്രഭാഗം ആ ഭാഗത്താണ് നമ്മളിപ്പോൾ അകത്തേക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം പൊട്ടിച്ചുകൊണ്ട് JCB ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭിത്തി പൊട്ടിച്ച് അകത്തേക്ക് വെള്ളം എത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ കുറച്ച് സമയം തുടർന്നാൽ മാത്രമാണ് തീ പൂർണ്ണമായി കെടുത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കൺട്രോൾ അല്ലായി നിയന്ത്രണ വിധേയം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. നമ്മളൊരു സ്ഥലത്തേക്ക് മാത്രമായി തീ നിയന്ത്രിച്ച് നിർത്തി എന്നുള്ളത് ശരിയാണ്. അതേസമയം അതിനെ കൺട്രോൾ ചെയ്യാൻ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പരിമിതികളുണ്ട്. എന്തായാലും എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം ഇത് നമ്മൾ അകത്തേക്ക് കയറി വെള്ളം അടിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുകൂടി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പക്ഷേ JCB വെച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങൾ കൂടുതൽ JCBകൾ കൂടി എത്തിയിട്ടുണ്ട്. കൂടുതൽ JCB കൂടി എത്തിച്ചുകൊണ്ട് ഈ ഭാഗം പൊളിച്ചുകൊണ്ട്, അതായത് തകര ഷീറ്റുകളുടേതായ ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വെള്ളം എത്തിക്കുക എന്നൊരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 2 JCBകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ JCB ഒരു ഭാഗത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത JCB കൂടി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അതായത് ഈ ഒരു ഉൾഭാഗത്തിലേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ പൊതുജനങ്ങൾ മാത്രമല്ല നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഭാഗത്ത് നിന്ന് മാറി നിന്നാൽ മാത്രമേ ഒരു സുരക്ഷ അവർക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കെട്ടിടം പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തീ ആളിക്കത്തുന്ന കാഴ്ചകളായിരുന്നു അല്പസമയം മുൻപ് വരെയും നമ്മൾ കണ്ടത്. അത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൻ്റെ മുകളിൽ കൂടെ ഫയർഫോഴ്സ് കെട്ടിടം പൊളിച്ചാണ് ഇപ്പോൾ അകത്തേക്ക് വെള്ളം ചീറ്റുന്നത്. അങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്രമിലേക്ക് ഒഴുക്കുന്നു. അശ്രമ പോലീസ് എന്താണ് അതിനെപ്പറ്റി പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് IG ആണെന്ന് തോന്നുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് നിയന്ത്രണ വിധേയമെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അവരത് പറയാത്തത്. അതായത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് JCBകൾ എത്തിച്ചുകൊണ്ട് മുകൾ ഭാഗം, അതായത് അതിന്റെ മുകൾ ഭാഗത്തെ ഭിത്തികൾ പലതും തകർ ഷീറ്റുകളുണ്ട്, ചിലത് ഗ്ലാസ് ഉണ്ട്. ഈ ഫാർമസിന്റെ ഇവിടേക്കാണെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ഭിത്തികളാണ്. പിന്നെ അതിന്റെ ഭാഗത്ത് പ്ലൈവുഡ് കൊണ്ടുള്ള ഭിത്തികളുണ്ട്. ഇത് രണ്ടും അതായത് ഗ്ലാസ് കൊണ്ട് ഉപയോഗിച്ചതും അവിടെ തന്നെ തകര ഷീറ്റ് കൊണ്ടതും അതെല്ലാം പിന്നെ പൊളിച്ചു മാറ്റി അകത്തേക്ക് പൊളിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിൽ. അതായത് അതിനകത്ത് വീണ്ടും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അണച്ചു അല്ലെങ്കിൽ ഒരുപക്ഷെ ശമനമുണ്ടായി എന്ന് കരുതിയ ഭാഗമാണ് ആ അഗ്രഭാഗത്ത്. അവിടെ ഇപ്പോഴും തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് തീ തന്നെയാണ്. അതായത് ശക്തമായ ഒരു തീപിടുത്തം പൂർണ്ണമായി തന്നെ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അതിലേക്കാണ് അത് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസുകാരും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉള്ളത്.